ജീവനും ജീവിതവും എന്ന ലേബലിൽ ലൈഫ് ക്ലാസ്സസ് എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് തുടർന്നു വരുന്ന ക്ലാസ്സുകൾ വീണ്ടും ഒരു ക്ലാസ്സിനുകൂടി നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുമാണ്. എന്നാൽ ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളതല്ല. അത് ദൈവവചനം നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചും പ്രത്യേകിച്ചും ആദ്യത്തെ എഴുത്തുകാര്, ആദ്യത്തെ വായനക്കാർക്ക് എന്തുദ്ദേശത്തിലാണ് അത് എഴുതിയത് എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആമുഖത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് ദൈവവചന വായനയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവവചനം വായിക്കുമ്പോൾ നാം എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ടീച്ചറായിട്ടുള്ള സണ്ണിയങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ഏറ്റവും ശ്രദ്ധയോടെ ഇരിക്കാം. അതിനുശേഷം നമുക്ക് ചർച്ചയ്ക്കായിട്ടുള്ള സമയവും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ വിഷയം തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചുള്ള വിഷയമാണല്ലോ. ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്, വളരെ ആഴമായിട്ടുള്ള വിഷയമാണ്. ഇതിന്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ പഠനത്തിലേക്ക് ഈ അല്പസമയം കൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല. എങ്കിലും അതിന്റെ പൊതുവായ ചില പ്രമാണങ്ങൾ, ഇതേ സംബന്ധിച്ചുള്ള പൊതുവായ ചില ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ കൂടുതൽ പ്രയോജനകരമായി ദൈവത്തിന്റെ വചനം പഠിക്കാനും ദൈവവചനം കൈകാര്യം ചെയ്യാനും ഒക്കെ നമ്മെ അത് സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം മനുഷ്യനോട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ ആണ് വിശുദ്ധ ബൈബിൾ. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവിനാൽ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. കർത്താവ് അത് വെളിപ്പെടുത്തിയ കാലത്തുണ്ടായിരുന്ന ദൈവജനത്തിന്റെ ഭാഷയിൽ കർത്താവ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവഹിതം, ദൈവത്തെക്കുറിച്ച് തന്നെ നമുക്ക് വെളിപ്പെടുത്തി എഴുതി തന്നിരിക്കുന്നു. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ ഒരു ജനതയ്ക്കും ദൈവം ഇതുപോലെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി അത് രേഖയാക്കി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ദൈവവചനത്തിന്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കുന്നത് കൊണ്ട് ദൈവവചനം എങ്ങനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു, അത് സംബന്ധിച്ച് നമ്മൾ എത്ര ശ്രദ്ധയുള്ളവരായിരിക്കണം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവവചനത്തിന്റെ പഠിതാക്കൾ എല്ലാവരും ഒരേ ഗൗരവത്തിൽ ദൈവവചനത്തെ കാണുന്നവരായിരിക്കണമെന്നില്ല. അങ്ങനെയല്ല. ചില ആളുകൾക്ക് വളരെ ലൈറ്റായിട്ട്, പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അതിലൂടെ വിനിമയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊന്നും അല്ല ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ ഒരു പുണ്യഗ്രന്ഥം എന്ന നിലയിൽ വായിച്ചു തീർക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാനൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ഭാഗമുണ്ട്. ആ സമയത്ത് നമ്മൾ ബൈബിളിലെ ഒരു അധ്യായം എടുത്ത് വായിക്കും. വായിച്ചത് എന്താണെന്നോ എന്തിനെക്കുറിച്ചാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വിശുദ്ധ ഗ്രന്ഥം വായിച്ചു, അതിനെ ചുംബിച്ച് മടക്കി വെക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് എന്തു പറയുന്നു, ദൈവം ഇവിടെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യമൊന്നും അവിടെ ഇല്ല. വായിച്ചു തീർക്കാനുള്ളൊരു പുസ്തകം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ കർത്താവിന്റെ വചനം വളരെ ഗൗരവമായിട്ട് കാണുകയും നമ്മുടെ ജീവിതത്തിന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിനും അവന്റെ വിശ്വാസത്തിനും ഒക്കെ ആധാരമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഏക അതോറിറ്റി, ആധികാരികമായ ഏക പ്രമാണ രേഖ, അത് തിരുവെഴുത്തുകളാണ്, ദൈവത്തിന്റെ വചനമാണ്. ആ നിലയിൽ തിരുവെഴുത്തുകൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലും ഉപദേശത്തിലും തെറ്റുകൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അപ്പൊ ഇതൊക്കെ ഈ തിരുവെഴുത്തുകളെ ശരിയായി മനസ്സിലാക്കേണ്ട ആവശ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്തകളാണ്.
നമ്മൾ സാധാരണഗതിയിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ ചെയ്യുന്നവരാണ് അനുദിന ജീവിതത്തിൽ. രാവിലെ ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ സെന്റൻസുകളും നമ്മൾ വ്യാഖ്യാനിച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യാഖ്യാനം കൂടാതെ നമുക്ക് സയുക്തികമായി അർത്ഥപൂർണമായി ഈ വാക്കുകളെയും വാചകങ്ങളെയും അപഗ്രഥിക്കുവാൻ, മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. അത് പലപ്പോഴും മനഃപൂർവമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്നതിനേക്കാൾ നമ്മൾ നാളുകളായി സ്വന്തമാക്കിയിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ, കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ, മുൻ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വായിക്കുന്ന, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അത് ന്യൂസ് പേപ്പർ ആയാലും, ഒരു ലേഖനമായാലും, ഒരു ആർട്ടിക്കിൾ ആയാലും, അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചാലും എല്ലാം നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം, അവിടെയുള്ള ചില പ്രയോഗങ്ങൾ, അവിടുത്തെ വാചകം, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് നമുക്ക് സാമാന്യമായ യുക്തിയിൽ ചില പ്രമാണങ്ങളൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ആശയവിനിമയം നടക്കുകയുള്ളൂ. വ്യാഖ്യാനം കൂടാതെ ആശയവിനിമയം നടക്കില്ല. ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ്. ശരിയായ രീതിയിൽ ദൈവവചനത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നവരാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്ന ഒരു ആരോപണമൊക്കെ സാധാരണഗതിയിൽ ചില ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെ കാര്യമായിട്ട് മറ്റേ പഠിക്കേണ്ട കാര്യമില്ല, വ്യാഖ്യാനിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് കരുതുന്ന നല്ല മനുഷ്യർ, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്, ഈ തിരുവെഴുത്തുകൾ തന്നെ, വചനം തന്നെ ഇതിന്റെ വിശദീകരണം കൊടുക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പഴയ നിയമത്തിലെ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം, അതിന്റെ 3-4 വാക്യങ്ങളും 7-8 വാക്യങ്ങളും ഒക്കെ വായിച്ചാൽ നമുക്കവിടെ ഒരു ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനം ദൈവത്തിന്റെ വചനം എസ്രാ പ്രവാചകൻ വായിച്ചു കേൾപ്പിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ജനം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ വചനം കേൾക്കുകയാണ്. ആ വചനം എസ്രാ പുരോഹിതൻ എസ്രാ ശാസ്ത്രി വായിച്ച് തീർത്തതിന് ശേഷം ജനമെല്ലാം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ, 7-ാമത്തെ വാക്യം, യേശുവ, ബാനി, ശെരബ്യാവ്, യാമീൻ, ആക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസയാവ്, കെലീത്ത, അസറിയാവ്, യോസാബാദ്, ഹനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു എന്നാണ്. ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം വായിക്കുന്നു, എബ്രായ ഭാഷയിൽ വായിക്കുന്നു. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ വചനങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് കുറച്ച് ആളുകൾ അവരുടെ ഇടയിൽ പല സ്ഥലത്തായിട്ട് നിന്ന് ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഉദാഹരണം കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തില് ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടനോട് സുവിശേഷം പറയാനായിട്ട് പരിശുദ്ധാത്മ പ്രേരണയാൽ ചെന്ന് ചേർന്ന് നടക്കുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തേരിലിരുന്ന് വായിക്കുന്ന ഈ ഷണ്ടനോട് ഫിലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷണ്ടൻ പറയുന്ന ഉത്തരം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് പ്രവാചകൻ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയാണോ അതോ വേറൊരുവിനെ കുറിച്ചാണോ? ഷണ്ടന്റെ ആ വാക്കുകൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു വാക്കുകൾ ഇതാണ്: പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ, അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് സ്വാഭാവികമായ വായന കൊണ്ട് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും കഴിയുകയില്ല. ഇത് മനസ്സിലാക്കി തരേണ്ട, അല്ലെങ്കിൽ വിശദീകരിച്ച് തരേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം തിരുവെഴുത്തുകൾ സംബന്ധിച്ചുണ്ട് എന്ന് ആ ഷണ്ടനായ മനുഷ്യൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനൊന്നും അല്ല. അദ്ദേഹം എത്യോപ്യ രാജ്ഞിയുടെ
ഭണ്ഡാര സൂക്ഷിപ്പുകാരനാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസവും അതുപോലെ സാഹിത്യത്തിലൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കോമൺ സെൻസും അറിവും ഒക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം തിരുവെഴുത്തുകൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ഒരു കാര്യം, മനസ്സിലായ ഒരു കാര്യമാണ് ഇത്. ഈ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതനുസരിച്ച് ഫിലിപ്പോസ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഇവിടെയാണ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ പുസ്തകം ഒരു പൗരാണിക പുസ്തകമാണ്. ബൈബിളിന്റെ പൗരാണികതയെക്കുറിച്ച് നമുക്കറിയാം. ഈ പുസ്തകം 3500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉള്ള കാലഘട്ടത്തിൽ എഴുതി തീർക്കപ്പെട്ട ഒരു പുസ്തകമാണ്. പൗരാണികമായ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഇന്ന് രാവിലത്തെ പത്രം എടുത്ത് വായിച്ചിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് ഒരുപക്ഷെ ഇസ്രായേലും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ട് എളുപ്പമല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള അനേക വിവരണങ്ങൾ ബൈബിളിലുള്ളത് വായിച്ച് മനസ്സിലാക്കാനായിട്ട്, അതിന്റെ പൊരുള് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതൊരു വലിയ അകലത്തിലാണ് നമ്മളുമായിട്ട് നിൽക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ, ആ പുസ്തകവും നമ്മളും തമ്മിൽ അനേക നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദങ്ങളുടെ അകലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാഷയുടെ അകലം അവിടെയുണ്ട്. ഇത് എഴുതപ്പെട്ട ഒറിജിനൽ ഭാഷ നമുക്കറിയില്ല. നമ്മൾ കുറച്ച് സഹോദരന്മാരൊക്കെ കുറച്ച് ഗ്രീക്ക്, ഹീബ്രു ഒക്കെ വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട്. എലമെന്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നത് ശരിയാണ്. പക്ഷേ ഈ അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ഈ ഭാഷ നേരിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും സഭയിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മളെല്ലാം ഇത് വായിക്കുന്നത് തർജ്ജമകളിൽ നിന്നാണ്. ഏതായാലും ഒരു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു വാചകം മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തില്, അതിന്റെ പൂർണ്ണമായ ആശയം എപ്പോഴും കൺവേ ചെയ്യാനായിട്ട്, ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത് ട്രാൻസ്ലേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം. പലപ്പോഴും പറ്റും. തത്തുല്യമായ പദങ്ങളും ആശയങ്ങളൊക്കെ എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ട്. എന്നാൽ എല്ലാ സമയത്തും എല്ലാ വാക്കുകളുടെയും എല്ലാ പ്രയോഗങ്ങളുടെയും അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമുള്ള വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെ ഭാഷയുടെ ഒരു അകലമുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായ അകലമുണ്ട്. വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ ഈ പിതാക്കന്മാരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ സംസ്കാരമൊക്കെ, റോമാക്കാരുടെ സംസ്കാരം, ഇങ്ങനെ ഒത്തിരി സംസ്കാരങ്ങളുടെ ചരിത്രം നമുക്ക് ബൈബിളിന്റെ താളുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബൈബിളിലെ സംഭവങ്ങൾ സംഭവിച്ചത് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയ്ക്ക് മക്കളുണ്ടാകാതെ വരുമ്പോൾ ദാസിയെ ഭാര്യയായിട്ട് കൊടുത്ത് ആ ദാസിയിൽ ഉണ്ടാകുന്ന മക്കളെ സ്വന്തം മക്കളായിട്ട് കണക്കാക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെ അന്നത്തെ ഓരോ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന കാര്യമാണ്. അതുപോലെ ഉടമ്പടി ചെയ്യുന്ന ചില രീതികളെ കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പൊ ചില ജീവികളെ പിളർന്നു വെച്ചിട്ട് അതിന്റെ നടുവിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി, അതുപോലെ ചെരുപ്പ് ഊരിക്കൊടുക്കുന്ന രീതി, ഇങ്ങനെയുള്ള പല രീതികൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കാല് കഴുകാനായിട്ട് വെള്ളം കൊടുത്തില്ല എന്ന് കർത്താവ് പരാതി പറയുന്ന ഒരു വിഷയമുണ്ട്. അതുപോലെ ഈ വന്ദനം ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ വിവാഹത്തിന്റെ രീതികൾ, അവര് കെട്ടിടങ്ങൾ പണിയുന്ന രീതികൾ, അവരുടെ മതപരമായ ആചാരങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ അന്നത്തെ കാലത്തെ സംസ്കാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ, നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന നമുക്ക്, പ്രത്യേകിച്ച് ഈ 19-ാം നൂറ്റാണ്ടിൽ, ഈ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചു വളർന്ന് 21-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമുക്ക് ഈ മൺമറഞ്ഞു പോയ സംസ്കാരങ്ങളെ കുറിച്ച് വേണ്ടത്ര അറിവ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ശരിക്കും യാഥാർത്ഥ്യബോധത്തോട് ചിന്തിച്ചാൽ നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് വലിയ പിടിയൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ അകലം ഇന്നത്തെ വായനക്കാരനും ബൈബിളും തമ്മിലുണ്ട്. അപ്പൊ ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. അപ്പൊ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ഒരു ജോലിയാണ് ദൈവവചനത്തെ
വാസ്തവത്തിൽ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഈ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ എന്തിനാണ് വ്യാഖ്യാനിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ഈ വ്യാഖ്യാനം കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബൈബിൾ എഴുതിയ എഴുത്തുകാർ, ആ എഴുത്തുകാര് അവരുടെ വാക്കുകളിലൂടെ എന്താണ് അർത്ഥമാക്കിയത്, ആ അർത്ഥം തന്നെ ഇന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ വ്യാഖ്യാനം. അഥവാ എഴുത്തുകാരൻ തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ വാചകങ്ങളിലൂടെ ഉദ്ദേശിച്ച അർത്ഥം കണ്ടെത്തുകയാണ് വ്യാഖ്യാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഒരു വ്യാഖ്യാതാവ് അർത്ഥം ഉണ്ടാക്കുകയല്ല, പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുകയല്ല. ഹി സീക്സ് ടു ഡിസ്കവർ വാട്ട് ഈസ് ഓൾറെഡി ദെയർ. തിരുവെഴുത്തുകളുടെ വാക്കുകളിലും വാചകങ്ങളിലും അടങ്ങിയിരിക്കുന്ന അവിടെ തന്നെ ഉള്ള ആശയങ്ങൾ കണ്ടെത്തുകയാണ് ഒരു നല്ല വ്യാഖ്യാതാവ് ചെയ്യുന്നത്. വ്യാഖ്യാതാവിന്റെ ലക്ഷ്യം അതാണ്. ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെയുള്ള യഥാർത്ഥത്തിൽ അവിടെയുള്ള അർത്ഥം കണ്ടെത്തുക. ഇനി അതിനൊരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മളിത് കണ്ടെത്തുന്നത്? അത് ആപ്ലിക്കേഷന് വേണ്ടിയാണ്. അതായത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ദൈവിക സത്യങ്ങൾ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്, നമുക്ക് ആത്മീകമായ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയാണ്, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ പരിപാടികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപരാകാൻ വേണ്ടിയാണ്. അപ്പൊ അതിനൊരു പർപ്പസ് ഉണ്ട്. നമ്മൾ ഏത് വചനം വ്യാഖ്യാനിക്കുമ്പോഴും ആ വ്യാഖ്യാനം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അതിന്റെ അർത്ഥം കണ്ടെത്തി അവിടെ പഠനം നിർത്തി പോരുകയല്ല. അതിന്റെ ആത്മീകമായിട്ടുള്ള നമ്മൾ കണ്ടെത്തിയ ദൈവികമായിട്ടുള്ള സത്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക്, ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് പ്രയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഈ വ്യാഖ്യാനത്തിന്റെ പിന്നിൽ അടങ്ങിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാല് നമ്മുടെയൊക്കെ കോണ്ടെക്സ്റ്റുകളിൽ, നമ്മുടെ വ്യക്തിപരമായ വചന ധ്യാനത്തിലും നമ്മുടെ കുടുംബ ആരാധനയിലും സഭയിലെ ശുശ്രൂഷകളിലും എല്ലാം നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചെയ്യേണ്ട രീതിക്കാണോ ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. എല്ലാവർക്കും ഒരുപോലെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട, ഏത് സമയത്തും ദൈവത്തിന്റെ വചനം എടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, എന്റെ ഉള്ളിൽ ഒരു ആശയം പറയാനുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ അവിടെ ഈ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട തിരുവെഴുത്തിന്റെ എഴുത്തുകാര് എന്താണ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ആ മനസ്സിലാക്കിയ സത്യങ്ങളെ ഇന്നത്തെ വായനക്കാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ ജീവിതത്തിലേക്ക് പ്രയോഗിക്കാനായിട്ട് പാകത്തിന് നമ്മൾ വിളമ്പിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വചന പഠനം കൊണ്ട് പ്രയോജനമായി തീരുന്നത്, നമ്മുടെ വചന പഠനം അർത്ഥപൂർണം ആയിത്തീരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ വചനം പഠിക്കേണ്ടത്? പഠിക്കണം, മനസ്സിലാക്കണം, എന്താണ് അവിടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് പല തരത്തിലുള്ള രീതികൾ, വ്യാഖ്യാന രീതികൾ സഭാചരിത്രം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചില വ്യാഖ്യാന രീതികളൊന്ന് പരിചയപ്പെട്ടു പോകുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ തന്നെയും ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ചില കാര്യങ്ങൾ, ചില രീതികൾ, വ്യാഖ്യാനത്തിന്റെ ചില രീതികൾ യഥാർത്ഥത്തിൽ വചനത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് സഹായകരമായ രീതികളല്ല. ചില രീതികൾ ദൈവവചനത്തിന്റെ ആധികാരികതയൊക്കെ നിഷേധിക്കുന്ന, അതിന്റെ വാലിഡിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതികളാണ്. നമുക്കതുകൊണ്ട് എല്ലാ വ്യാഖ്യാന രീതികളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് രീതികളൊന്ന് പരിചയപ്പെടുത്താം. എന്നാൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രീതികളെ കുറച്ചൊന്ന് വിശദീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ ഈ വ്യാഖ്യാന രീതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറയണം എന്ന് ചിന്തിക്കുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വ്യാഖ്യാന രീതി
ആണ് തീരുമാനിക്കുന്നത് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ വ്യാഖ്യാനത്തിന് ഉപയോഗിക്കുന്ന മെത്തേഡ് തെറ്റിപ്പോയാൽ വ്യാഖ്യാനത്തിന്റെ റിസൾട്ട് തെറ്റിപ്പോകും. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, ഇതിൽ ഓരോന്നിനും വേവിക്കേണ്ട പാകമുണ്ട്, അതിനകത്ത് ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവുണ്ട്, അതിനകത്ത് ഇടേണ്ട മസാലകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അതിന്റെ അളവിനനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു രുചികരമായ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ സാമ്പാറിനകത്ത് ചേർക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും, ചേർക്കേണ്ട ചില കാര്യങ്ങളിൽ വിട്ടുപോകരുതാത്ത ചില കാര്യങ്ങൾ കാണും. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ എങ്ങനെയെങ്കിലും കുറെ പച്ചക്കറി വെട്ടിയരിഞ്ഞ് വെള്ളമൊഴിച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചാൽ സാമ്പാർ ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അതിന് ശരിയായ രീതി ഉപയോഗിക്കണം. അപ്പൊ ശരിയായ രീതി ഉപയോഗിച്ചാലേ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇന്ന് ക്രിസ്തീയ കോളത്തിലുള്ള എല്ലാ തരത്തിലുള്ള ദുരുപദേശങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യാഖ്യാന പിശകിൽ നിന്ന് ഉണ്ടായവയാണ്. തിരുവെഴുത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ദുരുപദേശങ്ങളും എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആവുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ സംബന്ധിക്കുന്നതാണെങ്കിലും ദൈവത്തെ സംബന്ധിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ അനുദിന ജീവിതത്തിലെ വിഷയങ്ങൾ സംബന്ധിക്കുന്ന, ജീവിത വിശുദ്ധിയെ സംബന്ധിക്കുന്ന, ഡിവോഴ്സിനെ സംബന്ധിക്കുന്ന, വിവാഹത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയം സംബന്ധിച്ചാണേലും വിവിധ ഉപദേശങ്ങൾ ഉണ്ട്. അതിൽ പല ഉപദേശങ്ങളും പിശകായിട്ടുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഈ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ വരുന്നതിന്റെ കാരണം ശരിയായ വ്യാഖ്യാനം ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഈ വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതൊരു സയന്റിഫിക് മെത്തേഡ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു സയൻസാണ്. കാരണം കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ ഉപയോഗിച്ചാണ് വ്യാഖ്യാനം നടത്തേണ്ടത്. അത് ബൈബിൾ മാത്രമല്ല, ഏത് എഴുതപ്പെട്ട പുസ്തകമാണെങ്കിലും എഴുതപ്പെട്ട ഒരു പാഠഭാഗമാണെങ്കിലും വ്യക്തമായ വ്യാഖ്യാന പ്രമാണങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്. ശരി, ഇനി നമ്മൾ വ്യത്യസ്തമായ വ്യാഖ്യാന രീതികളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് അലിഗോറിക്കൽ മെത്തേഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അന്യാപദേശ രീതി എന്ന് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അന്യാപദേശ രീതി, അന്യ ഉപദേശമല്ല, അന്യാപദേശം, അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. എന്താണ് ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അലിഗറി എന്ന് പറഞ്ഞാൽ? അലിഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർച്ച് ഫോർ എ ഹിഡൻ ഓർ സീക്രട്ട് മീനിങ് underlying but remote from and unrelated in reality to the more obvious meaning of a text. അതായത് ഒരു പാഠഭാഗത്തിന്റെ പുറമേ നമ്മൾ കാണുന്ന സാമാന്യമായ അർത്ഥം, സാധാരണ അർത്ഥം അല്ല, അതല്ലാതെ അതിന്റെ അടിയിൽ എവിടെയോ കിടക്കുന്ന അല്ലെങ്കിൽ അടിയിൽ എവിടെയോ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള അർത്ഥം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഈ അലിഗോറിക്കൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അലിഗറിയുടെ രീതി അനുസരിച്ച് അതിന്റെ സമീപനത്തില് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകള്, ഈ ആശയങ്ങളൊക്കെ വാസ്തവത്തിൽ കോഡുകളാണ്. ആ കോഡുകളിലൂടെ അദ്ദേഹം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം നമ്മൾ ഈ വായിക്കുന്ന അർത്ഥമല്ല, അത് വേറെ ആശയമാണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാടും കേൾക്കുന്ന ഈ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. വളരെ ലളിതമായിട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടു പരിചയമുള്ള ഒരു അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷന്റെ എക്സാമ്പിൾ ആണ് ഈ നല്ല ശമരിയാക്കാരന്റെ ഉപമ. ചില ഉപദേശിമാരൊക്കെ വ്യാഖ്യാനിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെരീഹോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ, കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട്, നമുക്കറിയാലോ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞ മനോഹരമായ ഒരു കഥയാണത്. അപ്പൊ ആ ഉപമയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അലിഗോറിക്കലി മനസ്സിലാക്കുമ്പോൾ അലിഗറി ഉപയോഗിച്ച് ഈ വചനത്തെ വിശദീകരിക്കുന്ന ആളുകൾ അതിനെ മനസ്സിലാക്കുന്നത് ജെറുസലേം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ജെറുസലേം അല്ല,
ശമരിയ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ശമരിയല്ല. നമ്മളതിനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ജെറുസലേം എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് ശമരിയ എന്ന് പറയുന്ന മറ്റൊരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക് യാത്രയാകുന്നു, ഒരു ബിസിനസ്സിന് ആവശ്യത്തിന് വേണ്ടി പോകുന്നു എന്നുള്ള സാമാന്യ അർത്ഥം നമ്മൾ വായിക്കുന്നു. പക്ഷേ അലിഗോറിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്ന ആളുകൾ കാണുന്നത് അതല്ല. ഈ ജെറുസലേം എന്ന് പറഞ്ഞാൽ അത് ആത്മീകമായിട്ടുള്ള ഉന്നതമായ ഒരു അവസ്ഥയാണ്. ശമരിയ എന്ന് പറഞ്ഞാല് ആത്മീകമായിട്ട് താഴെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ വിശ്വാസത്തിൽ നല്ല ഒരവസ്ഥയിൽ നിന്ന് അവൻ പിന്മാറ്റത്തിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണം. ഇനി അവൻ കള്ളന്മാരുടെ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാലോ, ഈ പോകുന്ന വഴിക്ക് അവനെ പിശാച് ആക്രമിക്കുന്നു, അവൻ മുറിവേൽക്കുന്നു, അവൻ വഴിയിൽ വീണ് കിടക്കുന്നു, അവന്റെ വിശ്വാസ ജീവിതം ഇങ്ങനെ വഴിയിൽ അപകടത്തിലായി കിടക്കുകയാണ്. അപ്പൊ അതുപോലെ അതിൽ വരുന്ന ഓരോ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പുരോഹിതൻ വരുന്നു എന്ന് പറയാൻ, അത് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പ്രതീകമാണ്. അപ്പൊ മതങ്ങൾ ഈ മനുഷ്യനെ കാണുന്നു, പക്ഷെ ആ മതങ്ങൾ രക്ഷിക്കുന്നില്ല. പിന്നീട് ലേവ്യൻ രക്ഷിക്കുന്നില്ല. അവസാനം നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അടുത്തു വന്ന് അദ്ദേഹത്തിന്റെ മുറിവില് എണ്ണ വെച്ച് ഒഴിച്ചിട്ട് കിട്ടുന്നു. എണ്ണ പരിശുദ്ധാത്മാവാണ്. അപ്പൊ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ എടുത്ത് സത്രത്തിൽ കൊണ്ടുപോകുന്നു. സത്രം എന്ന് പറയുന്നത് സഭയാണ്. അവിടെ ചെന്ന് അദ്ദേഹം 2 നാണയം എടുത്തു കൊടുക്കുന്നു. ആ 2 നാണയത്തിൽ ഒന്ന് പഴയ നിയമവും മറ്റൊന്ന് പുതിയ നിയമമാണ്. അപ്പൊ ഇതുകൊണ്ട് ഇവനെ കൈകാര്യം ചെയ്ത് ആരോഗ്യമുള്ളവനാക്കി തീർക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഉപമയെ വ്യാഖ്യാനിക്കുന്ന രീതികള്, കഥകള് വളരെ ഭാവനാ സമ്പുഷ്ടമായ രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിലൊക്കെ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഈ അലിഗോറിക്കൽ മെത്തേഡാണ്. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്നലെ ഞാനൊരു പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ സാന്ദർഭികമായിട്ട് കേൾക്കാനിടയായി തീർന്നു. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്താണ്, കഴുകൻ ചുറ്റി പറക്കുന്നത് പോലെ ദൈവം ഇസ്രായേലിനെ, ജെറുസലേമിനെ പരിപാലിക്കും എന്ന് പറയുന്നൊരു വാക്യമാണ്. എന്നിട്ട് ആ വാക്യം എടുത്തിട്ട് അദ്ദേഹം പറയാണ്, ഇതാണ് അയൺ ഡോമിനെ കുറിച്ചുള്ള പ്രവചനം. ഇസ്രായേലിനെ കാത്തു സംരക്ഷിക്കുന്ന, മിസൈലുകളിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന അയൺ ഡോമിനെ കുറിച്ച് ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ എടുത്ത് വളരെ കാര്യമായിട്ട് ആവേശത്തോടു കൂടി പ്രസംഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ യെശയ്യാ പ്രവാചകന്റെ ആ പുസ്തകത്തിൽ ഉദ്ദേശിച്ച അർത്ഥം അതാണോ, ആശയം അതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, അങ്ങനെയൊന്നും അല്ല. അയൺ ഡോമിനെ കുറിച്ചൊന്നും അല്ല അവിടെ പറയുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇതുപോലെ തിരുവെഴുത്തുകളുടെ ആ വാക്കുകളിൽ വാസ്തവത്തിൽ ഉദ്ദേശിക്കാത്ത, വാസ്തവത്തിൽ അവിടെ ഇല്ലാത്ത മറ്റൊരർത്ഥം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഈ അലിഗോറിക്കൽ മെത്തേഡ്. ഇതിനൊരു വലിയ ചരിത്രമാണ്. ഇതെങ്ങനെയാണ് സഭയിൽ വന്നതെന്ന് ചോദിച്ചാൽ യഹൂദന്മാരിൽ നിന്ന് കിട്ടിയ ഒരു വ്യാഖ്യാന രീതിയാണ്. പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്ന യവന ഭാഷക്കാരായിട്ടുള്ള യഹൂദന്മാര് അവിടെ ഈ ഗ്രീക്കുകാരായിട്ടുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള സംവാദത്തിൽ, മതപരമായ സംവാദമൊക്കെ നടത്തുമ്പോൾ ആ ഗ്രീക്കുകാർ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയാണ്. ഗ്രീക്ക് ദേവന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഈ ഹോമറിന്റെയും ഹെസിയോദിന്റെയും ഒക്കെ എഴുത്തുകളിൽ വായിച്ചാൽ അവരുടെ അധാർമികമായിട്ടുള്ള ജീവിതശൈലി, അവരുടെ എന്താണ്, നമുക്കൊരിക്കലും അംഗീകരിക്കാനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാർമ്മികമായിട്ടുള്ള നിലവാരമില്ലായ്മ ഒക്കെ ഈ ഗ്രീക്ക് ദേവന്മാരുടെ ദേവിമാരുടെ ഒക്കെ കഥകളിലുണ്ട്. അവരുടെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ പ്രതികാരം, അവരുടെ അസൂയ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെയുണ്ട്. അപ്പൊ ഇവര്, ഈ അലക്സാണ്ട്രിയയിലുള്ള യഹൂദന്മാര്, ഇവര് ഇതിനെയൊക്കെ ഗ്രീക്കുകാർ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ്. അപ്പൊ വാസ്തവത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അതല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമം അവര് നടത്താറുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് ഫൈഡ്ര എന്ന് പറയുന്ന ദേവത, ആ ദേവതയുടെ മരുമകനുമായിട്ട് പ്രേമത്തിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കഥകളുണ്ട്. അതുപോലെ ഈ എന്താണ്, മനുഷ്യരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം വാസ്തവത്തിൽ അതല്ല, വേറൊരു അർത്ഥമാണ്, ഇതിനൊരു വേറൊരു ആത്മീക അർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ വിശദീകരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ആശയം ഈ അലക്സാണ്ട്രിയയിലെ ഫൈലോ എന്ന് പറയുന്ന ഒരു യഹൂദൻ പഴയ നിയമം വ്യാഖ്യാനിക്കാനായിട്ട് ആ രീതി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ പഴയ നിയമത്തിലെ ചില വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഗ്രീക്കുകാരായിട്ടുള്ള മനുഷ്യര് ഇവരെ കളിയാക്കാനൊക്കെ തുടങ്ങി, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ലോത്ത് മദ്യപിച്ച് വസ്ത്രം മാറി കിടക്കുന്നു, ലോത്തിന്റെ പെൺമക്കളുമായിട്ടുള്ള
ആ ഒരു എപ്പിസോഡൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇത് എങ്ങനെയാണ് തിരുവെഴുത്തുകളാകുന്നത്, ഇതെങ്ങനെയാണ് ദൈവവചനമാകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അപ്പൊ അവർ പറയും വാസ്തവത്തിൽ അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കാണുന്ന അതാണ്, നമ്മൾ വായിക്കുന്ന അതാണ്, പക്ഷെ അതിന്റെ അർത്ഥം അതൊന്നും അല്ല കേട്ടോ, ഇതിന് വേറെ ഒരു ആത്മീക അർത്ഥമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം അവരതിനെ പുതിയ പുതിയ അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ നമ്മളിപ്പോ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വെളുപ്പിച്ച് എടുക്കുന്ന ഒരു പരിപാടി അവരവിടെ തുടങ്ങിയതാണ്. ഇത് പിന്നീട് പുതിയ നിയമത്തിലേക്ക് വന്നു. സഭാപിതാക്കന്മാര് ഈ ഒരു രീതിയിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങി. സഭാചരിത്രം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഒരു വേദശാസ്ത്ര ഒരു ധാരയാണ് ഈ അലക്സാണ്ട്രിയൻ പിതാക്കന്മാരുടെ ചിന്തയും അവരുടെ പഠിപ്പിക്കലുകളും രീതികളും ഒക്കെ. അപ്പൊ ഈ അലക്സാണ്ട്രിയൻ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പ്രധാനമായിട്ടും ഒറിജിന്, ക്ലെമന്റ് ഓഫ് റോം, അതുപോലെ എപ്പിസൈൽ ഓഫ് ബർണബാസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും എഴുത്തുകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ധാരാളമായിട്ട് തിരുവെഴുത്തുകളെ അലിഗറൈസ് ചെയ്യുന്ന, ആത്മീക അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒത്തിരി രസകരമായ വ്യാഖ്യാന രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളത് നമുക്കിന്നത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നെന്നുള്ളത് തോന്നും. പക്ഷെ അന്നത്തെ കാലത്ത് അത് പരക്കെ സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം ഈ ആളുകളുടെ ശ്രമം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവെഴുത്തുകളിൽ നിന്ന് ആത്മീകമായിട്ടുള്ള കുറെ ആശയങ്ങൾ ജനത്തിന് ുള്ള ആശയങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അലിഗറൈസേഷനിലേക്ക് അവർ പോയിരുന്നത് എന്ന് നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒറിജിന്റെ ചില വ്യാഖ്യാന രീതികൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ലോത്ത്, സൊദോം ഗൊമോറ പട്ടണം നശിപ്പിച്ചതിന് ശേഷം ലോത്തും പെൺമക്കളും കൂടെ ഒരു മലയിലേക്ക് കയറുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിനെ ഈ ഒറിജിൻ വ്യാഖ്യാനിച്ചത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അർത്ഥം എന്താണ് എന്ന് ഒറിജിൻ വിശദീകരിച്ചത് ലോത്ത് പഴയ നിയമമാണ്, ന്യായപ്രമാണമാണ്. ലോത്തിന്റെ 2 പെൺമക്കൾ എന്ന് പറയുന്ന ഒന്ന് ജെറുസലേമും 2 ശമരിയയുമാണ്. ലോത്തിന്റെ ഭാര്യ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്ന ഇസ്രായേലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒറിജിൻ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചത്. ഇനി ബർണബാസിന്റെ ലേഖനം എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. അതിനകത്ത് നോക്കിയാൽ കുറച്ചുകൂടി വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉൽപ്പത്തി 14:14 അബ്രാഹാമിന്റെ വീട്ടിൽ ജനിച്ച 318 ദാസന്മാരുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം നോക്കിയിട്ട് ഇദ്ദേഹം പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവും ക്രൂശുമാണ് ഈ 318 ദാസന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ ബർണബാസിന് അതിൻ്റെതായ രീതിയുണ്ട്. അപ്പൊ അദ്ദേഹം അതിനെ ചില കണക്കുകൾ വെച്ചിട്ട് ഈ അക്ഷരങ്ങളെ കണക്കുകളാക്കി മാറ്റി അതിന്റെ 300 എന്നുള്ളത് ടിയുടെ ഒരു തത്തുല്യമായ സംഖ്യയാണ്. സംഖ്യാശാസ്ത്രത്തിൽ ടി എന്ന് പറഞ്ഞാൽ 300 അപ്പൊ ടി എന്ന് പറഞ്ഞാൽ അത് കുരിശിന്റെ പ്രതീകമാണ്. ഇനി 18 എന്ന് പറയുന്ന വാക്ക് 10 എന്നത് ജെ കാണിക്കുന്നു, 8 എന്ന് പറഞ്ഞത് ഇയെ കാണിക്കുന്നു. അപ്പൊ ജീസസ് എന്നുള്ളതിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് ജെയും ഇയും. അപ്പൊ അങ്ങനെ 300 എന്ന് എഴുതിയിരിക്കുന്നത് ടി അഥവാ കുരിശ്, ജെ ഇ എന്നത് 18, 10 + 8 18 എന്ന്. അപ്പം ക്രൂശും യേശുക്രിസ്തുവും അതാണ് വാസ്തവത്തിൽ 318 ദാസന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീകമായിട്ടുള്ള സത്യം അതാണ് എന്നാണ്. വസ്ത്രം നീങ്ങിക്കിടുന്ന നോഹയെ കുറിച്ച് പറയുമ്പോൾ പറയാം യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ പ്രതീകമാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിചിത്രമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങള് ഇവര് കൊണ്ടുവരാറുണ്ട്. മറ്റൊരു ചാമ്പ്യനാണ് ഈ ക്ലെമന്റ് എന്ന് പറയുന്ന ആള്. ക്ലെമന്റ് എന്ന് പറയുന്ന സഭാപിതാവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാന രീതി അനുസരിച്ച് എല്ലാ വചനങ്ങൾക്കും 2 അർത്ഥങ്ങൾ ഉണ്ടാവും. മനുഷ്യന് ശരീരമെന്നും ആത്മാവെന്നും പറയുന്ന 2 ഭാഗം ഉള്ളതുപോലെ വചനത്തിനും 2 അർത്ഥം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ള അർത്ഥമുണ്ട്, എന്നാൽ കാണാൻ വയ്യാത്ത ഒരു ഹിഡൻ ആയിട്ടുള്ള ആത്മീകമായിട്ടുള്ള ഒരർത്ഥം ഉണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഈ ധൂർത്തപുത്രന്റെ ഉപമയ്ക്ക് ഒരു മനോഹരമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഇദ്ദേഹം
എടുത്ത് അതിനെ അലിഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പിതാവ് ഇടിയിച്ച വസ്ത്രം അവനെ അങ്കി ധരിപ്പിച്ചു. ഈ അങ്കി എന്ന് പറയുന്നത് അമരത്വമാണ്, ഇമ്മോർട്ടാലിറ്റിയാണ്. അവനെ കാലിന് ചെരുപ്പിടിക്കാൻ പറഞ്ഞ ആ ചെരുപ്പ് ദ അപ്വേർഡ് പ്രോഗ്രസ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ പുരോഗതിയെ കാണിക്കുന്നു, വളർച്ചയെ കാണിക്കുന്നു. അതുപോലെ തന്നെ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കാനായിട്ട് പറഞ്ഞത് അത് യേശുക്രിസ്തുവിന്റെ പ്രതീകമാണ്. ഇങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമായി, അതായത് അപ്പസ്തോലിക കാലം കഴിഞ്ഞതിന് ശേഷം സഭയില് വരുന്ന പിതാക്കന്മാരുടെ ഒരു സാധാരണ രീതിയാണ് ഈ അലിഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നും നമുക്ക് ഇതിന്റെയൊക്കെ അലയൊലികൾ നമുക്ക് സഭയിൽ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള പല ആളുകളും വിശ്വസിക്കുന്ന പല ഉപദേശങ്ങളുടെയൊക്കെ പിറകില് ഈ അലിഗറൈസേഷൻ ഉണ്ട്. അപ്പം ഈ എന്താണ് 1000 ആണ്ട് വാഴ്ച ഇല്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുമാത്രമല്ല, പഴയ നിയമത്തില് സഭയുണ്ട് എന്നൊക്കെ വാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഈ വ്യാഖ്യാന രീതി ഈ അലിഗറൈസേഷൻ ഒക്കെയാണ്. ഇപ്പൊ പഴയ നിയമത്തില് ജെറുസലേം എന്ന് പറയുന്നത് സഭയാണെന്നും പഴയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള അവിടത്തെ കോണ്ടെക്സ്റ്റില് ഇല്ലാത്ത ഒരർത്ഥം അവിടെ കൊണ്ടുവന്ന് വെച്ച് വ്യാഖ്യാനിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇന്നും ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ ഒരു അലിഗറൈസേഷനെതിരെ രംഗത്ത് വന്ന മറ്റൊരു കൂട്ടം ആളുകളാണ് അന്ത്യോക്യൻ ഫാദേഴ്സ് എന്ന് പറയും. അന്ത്യോക്യയിലെ സഭാപിതാക്കന്മാർ, ജോൺ ക്രിസോസ്റ്റം, അതുപോലെ തിയഡോർ ഓഫ് മാപ്സെസ്റ്റ എന്നൊക്കെ പറയുന്ന, തിയഡോററ്റ് എന്ന് പറയുന്ന ആള്, ഇവരൊക്കെ ഈ ഇതിനെതിരെ. അപ്പൊ അവര് പറയുന്നത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ അതിനെ കുറിച്ച് പിന്നെ പഠിക്കും, ആക്ഷരികമായ വ്യാഖ്യാനമാണ് ശരിയായ രീതി. അത് ഹിസ്റ്റോറിക്കൽ, ഗ്രമാറ്റിക്കൽ, കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. അങ്ങനെയാണ് തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടത്. സോ ദ റിജക്റ്റഡ് അലിഗറി ആസ് എ ലെജിറ്റിമേറ്റ് ആൻഡ് റിലയബിൾ മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റിംഗ് സ്ക്രിപ്ചർ. അപ്പൊ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കാനുള്ള ശരിയായിട്ടുള്ള രീതിയായിട്ട് അലിഗറിയെ അവര് സ്വീകരിച്ചില്ല. അലിഗറി ശരിക്കും ഇൻവാലിഡ് അല്ലെങ്കിൽ വിശ്വസനീയമായ ഒരു മാർഗമായിട്ട്, ഒരു രീതിയായിട്ട് അവര് കണക്കാക്കിയില്ല. പക്ഷെ അന്ത്യോക്യൻ സ്കൂളിൽ, അന്ത്യോക്യൻ ധാരയിലുള്ള പിതാക്കന്മാര് ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ തിരുവെഴുത്തുകളിൽ ഇല്ല, ആത്മീകമായിട്ടുള്ള ആശയങ്ങളില്ല എന്ന് പറയുന്നവരുമല്ല. പക്ഷെ അവര് പറയുന്നത് ഈ ആത്മീകമായിട്ടുള്ള പാഠങ്ങൾ നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ സാന്ദർഭികമായിട്ടുള്ള അല്ലെങ്കിൽ പശ്ചാത്തലത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇന്നത്തേക്കുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്, ആത്മീയ അർത്ഥങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇതാണ് അലിഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പെന്തക്കോസ്ത് കോളത്തിലാണ് കൂടുതൽ ഈ അലിഗറൈസേഷൻ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് കോളത്തിൽ മാത്രമല്ല, പല സഭകളിലും സമുദായങ്ങളിലും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാന രീതിയാണ് ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ അഥവാ നിഴൽ പൊരുൾ വ്യാഖ്യാനം. ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണ് ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെയും അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ചില ആളുകളുടെയും ഒക്കെ നിഴലുകളാണ്. ആ രീതിയിൽ വേണം നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട്. So interpreters see everywhere in the history of God's act as recorded in the Old Testament. They are the prefiguration of Christ of the New Testament. അവിടെയൊക്കെ പഴയ നിയമത്തിലുള്ള എല്ലാ നല്ല കഥാപാത്രങ്ങളിലും ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ടുള്ള പല സംഭവങ്ങളും, പല ചരിത്രപരമായ സംഭവങ്ങളും ഒക്കെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളായിട്ട്, അതിന്റെ നിഴലുകളായിട്ട് മനസ്സിലാക്കണം. അതിന്റെയൊക്കെ പൊരുള് ഇവിടെയാണ്, പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതത്തിലാണ് എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് ഈ ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഈ അലിഗറി ആണെങ്കിലും ടൈപ്പോളജി ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അപ്പോസ്തലന്മാര് ലേഖനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ
അത് അലിഗറിയാണ്, ടൈപ്പാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണത് അവരോട് ഉപയോഗിക്കുന്നത്. അല്ലെ, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അപ്പോസ്തലന്മാരും ഒക്കെ അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അപ്പോ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇപ്പൊ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനെ പുതിയ നിയമത്തിലെ ക്രിസ്തുവുമായിട്ട് ഒരു താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പായിട്ട്, ഒരു നിഴലും പൊരുളുമായിട്ട് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാം. ഇനി ഇത് നിഴലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ യാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ വരുവാനുള്ളതിന്റെ സാക്ഷാൽ സ്വരൂപം, വരുവാനുള്ളതിന്റെ നിഴൽ ആയിരുന്നു എന്ന് 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ദൈവം മനഃപൂർവമായി നിഴലുകളായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചില വ്യക്തികളെ നിഴലുകളായിട്ട് ദൈവം അവിടെ വെച്ചിട്ടുണ്ട്, ചില സംഭവങ്ങളെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാ സംഭവങ്ങളും, പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളും പുതിയ നിയമത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ നിഴലുകളാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇപ്പൊ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് യേശുക്രിസ്തുവും ആദവും തമ്മിലുള്ള ഒരു കമ്പാരിസനെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം ആദം, 2-ാം ആദം, ഒടുക്കത്തെ ആദം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ട്യൂപ്പോസ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വരുവാനിരിക്കുന്നവന്റെ പ്രതിരൂപമായ ആദാം എന്ന് പറഞ്ഞ് അവിടെ ഒരു നിഴൽ പൊരുൾ, ആദമിന്റെ പൊരുളായിട്ട് യേശുക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വ്യക്തികളും, ഈ ആദമും യേശുക്രിസ്തുവും, 1-ാം ആദവും ഒടുക്കത്തെ ആദവും ഒരു തരത്തിൽ സാമ്യമുള്ളവരാണ് എന്നുള്ളതാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ആദാം മനുഷ്യവർഗത്തിന്റെ, പാപികളായ മനുഷ്യവർഗത്തിന്റെ മുഴുവനും തലയായിരിക്കുന്നത് പോലെ ദൈവജനത്തിന്റെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മുഴുവന്റെയും ശിരസായിട്ട് യേശുക്രിസ്തു നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസന് വേണ്ടിയാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ 1 പത്രോസ് 3-ാം അധ്യായത്തിന് 20-21 വാക്യങ്ങളില് നോഹയുടെ പ്രളയത്തെ, ആ പ്രളയജലത്തെ സ്നാനത്തിന്റെ ഒരു മുൻകുറി, ഒരു ടൈപ്പ് എന്ന നിലയിൽ അവിടെയും പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അപൂർവമായിട്ട് പുതിയ നിയമത്തിൽ ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ പുതിയ നിയമത്തില് കാണുന്ന പൊരുളായിട്ട് അതിനെ ബന്ധപ്പെടുത്തി പറയുന്നത് ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സാമ്യം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ നിഴലെന്നും പൊരുളെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സാമ്യമല്ല വാസ്തവത്തിൽ നിഴല് പൊരുൾ നിശ്ചയിക്കുന്നത്. ഒരു നിഴല് എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ആ വ്യക്തിയിലോ സംഭവത്തിലോ വരുവാനുള്ള ഒന്നിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കണം. അങ്ങനെ മനഃപൂർവമായി അത് ഉള്ളടക്കം ചെയ്യുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് നിഴൽ പൊരുൾ എന്ന രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അബ്രാഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകും. ആ യാഗം കഴിക്കാനായിട്ട് വിറകെടുത്ത് തോളത്ത് വെച്ച് മല കയറുന്ന ഇസഹാക്ക് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ജോസഫ് യേശുക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് വ്യാഖ്യാനിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ എവിടെയും എന്തിലും യേശുക്രിസ്തുവിനെ കാണുന്ന ഒരു രീതി നമുക്ക് ഈ ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ബ്രദറുകാര് ഇതിന്റെ ഒരു ചാമ്പ്യൻസ് ആണ്. ബ്രദറുകാരുടെ പ്രസംഗങ്ങളിലും അവരുടെ പല പഠിപ്പിക്കലുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള നിഴൽ പൊരുൾ ആശയങ്ങൾ ധാരാളമായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല്, ഈ സാധാരണ ബ്രദറിന് ഉപദേശിമാര് പ്രസംഗിക്കുമ്പോൾ ഇല്ലസ്ട്രേഷൻസ് ഉപയോഗിക്കാറില്ല. അവര് ബൈബിളിന്റെ പുറത്തു നിന്നുള്ള കഥകൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അതിന് കാരണമായിട്ട് അവർ പറയുന്നത് അന്യാഗ്നി കത്തിക്കരുത്. പഴയ നിയമത്തിലുള്ള ഒരു പ്രത്യേക ഒരു കൽപ്പനയാണ്, പുരോഹിതന്മാര് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവര് അന്യാഗ്നി, ആരാധനയിൽ അന്യാഗ്നി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ അഗ്നി മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരതിനെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയ നിയമത്തിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവവചനത്തിൽ ഇല്ലാത്ത മറ്റു ഉദാഹരണങ്ങളും കഥകളും ഒന്നും കൊണ്ടുവന്ന് പറയാനായിട്ട് പാടില്ല. അത് അന്യാഗ്നി കത്തിക്കലാണ് എന്ന് ഇവര് വ്യാഖ്യാനിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇനി നമുക്കറിയാം, എസെക്കിയേൽ സാറിന്റെയൊക്കെ
വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ ദേവാലയത്തിലെ ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞ ഓരോ ഉപകരണങ്ങളിലും പുതിയ നിയമത്തിന്റെ നിഴലുകൾ കാണാൻ ശ്രമിക്കുന്ന ഒരു രീതി നമുക്ക് കാണാം. ഇപ്പൊ ദേവാലയത്തില് അവിടെ വിശുദ്ധ സ്ഥലത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ആ നിലവിളക്ക് ആ പഴയ നിയമവും പുതിയ നിയമവും ആണെന്ന് കാണിക്കുന്നു. ആ നിലവിളക്കിന്റെ നടുവിലത്തെ തണ്ട് യേശുക്രിസ്തുവാണ്. അതിന്റെ ഒരു വശത്തേക്ക് നീണ്ടു നിൽക്കുന്ന 3 തണ്ടുകൾ പഴയ നിയമമാണ്. പഴയ നിയമ പുസ്തകത്തിലെ 3 തിരിവുകളെ കുറിച്ചാണ് ആ 3 തണ്ടുകൾ സൂചിപ്പിക്കുന്നത്: ചരിത്രം, സംഗീതം, പ്രവചനം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ പ്രതീകമാണ് ആ 3 തണ്ടുകൾ. പുതിയ നിയമത്തെ 3ആയിട്ട് തിരിക്കാം: ചരിത്രം, ലേഖനങ്ങൾ, പ്രവചനം. അപ്പൊ അങ്ങനെ 3 6 വിളക്ക് തണ്ടുകൾ. അതിന് നടുക്ക് നിൽക്കുന്നത്, ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന, ഇതിനെല്ലാം യോജിപ്പിച്ച് നിർത്തുന്ന യേശുക്രിസ്തു എന്ന തണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഈ നിഴൽ പൊരുൾ വ്യാഖ്യാനം. അതുപോലെ ഈ ദേവാലയത്തില് അവിടെ തിരശ്ശീലയിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂല്, ആ ഓരോ നൂലിനും ഒക്കെ അർത്ഥം കൊടുക്കുകയും പുരോഹിതന്മാർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നൂലിനും കളറിനും ഒക്കെ മീനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെ അന്യാപദേശവും അതുപോലെ നിഴൽ പൊരുൾ വ്യാഖ്യാനവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു രീതിയാണ്. മറ്റൊരു രീതി ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്, റോമൻ കത്തോലിക്കരൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രീതി ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. പരമ്പരാഗത വ്യാഖ്യാന രീതി. ഈ പരമ്പരാഗത വ്യാഖ്യാന രീതിയിലെ വ്യാഖ്യാതാവിനെ നിയന്ത്രിക്കുന്നത് പാരമ്പര്യമാണ്. അഥവാ അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഹൗ അവർ ഫാദേഴ്സ് അണ്ടർസ്റ്റുഡ് ദിസ് പാസേജ്. ഈ വേദഭാഗത്തെ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പൊ പിതാക്കന്മാര് മനസ്സിലാക്കുന്ന രീതി തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അഗസ്റ്റിനൊക്കെ അതിന്റെ ഒരു ചാമ്പ്യനാണ്. അഗസ്റ്റിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പസ്തോലിക കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകൾക്ക് വാസ്തവത്തിൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ട് പഠിച്ച ആ അപ്പസ്തോലിക പിതാക്കന്മാര് എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്, അതാണ് അതിന്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. അതുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അവൻ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഈ ആശയം സംബന്ധിച്ച് പിതാക്കന്മാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകം പരിഗണിച്ച് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. അപ്പൊ അത് അഗസ്റ്റിൻ അത് മാത്രമല്ല, 3-4 കൂട്ടം കാര്യങ്ങൾ വ്യാഖ്യാനത്തെ നിയന്ത്രിക്കേണ്ട പ്രമാണങ്ങളുടെ അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: പാരമ്പര്യത്തെ പരിഗണിച്ച് വേണം വ്യാഖ്യാനിക്കാൻ എന്നുള്ളതാണ്. പിന്നീട് കത്തോലിക്ക സഭ അഗസ്റ്റിനെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അവനതിനെ കുറച്ചുകൂടെ വ്യത്യാസം വരുത്തി. പാരമ്പര്യം പറയുന്നതാണ് ശരി, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പാരമ്പര്യം തീരുമാനിക്കും, പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അവരതിനെടുക്കാനായിട്ട് തുടങ്ങി. പക്ഷെ നമുക്കറിയാം, പാരമ്പര്യങ്ങളുടെ മാനുഷികമാണ്, മനുഷ്യന്റെ തെറ്റുപറ്റാവുന്ന സ്ഥിതിയാണുള്ളത്. മനുഷ്യൻ വീഴ്ച കണ്ടെത്തലുകളും അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ ചിന്തകളും അവന്റെ എല്ലാ പഠന റിസൾട്ടും ശരിയായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ തിരുവെഴുത്തുകൾക്ക് തെറ്റുപറ്റുകയില്ല. ബൈബിളാണ് ആധികാരികം, പാരമ്പര്യങ്ങളല്ല, മനുഷ്യരല്ല. അപ്പൊ അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുവാൻ പാരമ്പര്യങ്ങളെ അതിന്റെ മുകളിലുള്ള പ്രമാണമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് കത്തോലിക്കര് മാത്രമല്ല, ലൂതറൻകാരോ പ്രെസ്ബിറ്റേറിയൻകാരോ മറ്റോ ഏതെങ്കിലും ഡിനോമിനേഷൻകാര് അവർ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ, അവരുടെ പിതാക്കന്മാർ, അവരുടെ നേതാക്കന്മാർ എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ്. മറ്റൊരു വ്യാഖ്യാന രീതി റീഡർ സെന്റേഡ് ഇന്റർപ്രിട്ടേഷനാണ്. വായനക്കാരനെ കേന്ദ്രീകരിച്ചുള്ള വ്യാഖ്യാനം. അതായത് ഇത് തികച്ചും സബ്ജക്റ്റീവായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് എനിക്കെന്ത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ ഗ്രീക്ക് എബ്രായ പണ്ഡിതന്മാർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതോ, ഇനിയിപ്പോ അപ്പോസ്തലൻ എഴുതിയപ്പോ എന്ത് ചിന്തിച്ചു എന്നുള്ളതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഇതെങ്ങനെയാണ് ബാധകമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വേദഭാഗത്തിന് തന്നെ 1000 അർത്ഥങ്ങൾ ഉണ്ടാകാം. കാരണം ഞാൻ വായിച്ച് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ, എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ ആശയമായിരിക്കില്ല മറ്റൊരു സഹോദരൻ കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്ന ചിന്ത ഇതാണ്:
അവനവൻ വായിക്കുമ്പോൾ അവനവന് തോന്നുന്നതാണ് അതിന്റെ അർത്ഥം. അവനവന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവനവൻ മനസ്സിലാക്കുന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതായത് വായനക്കാരന് ഇഷ്ടമുള്ള അർത്ഥം താൻ വായിക്കുന്ന വചനത്തിന് കൊടുക്കാമെന്നാണ്. ഈ സ്വയം ബൈബിൾ പഠിക്കുന്ന സൗരന്മാർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു അതിന് പറയുമ്പോൾ ഒരു മുൻധാരണ എന്ന് പറയുമല്ലോ. നമ്മളെല്ലാവരും ഓരോരോ മുൻധാരണയിലാണ് ഓരോന്നിനെയും വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. നമുക്കില്ലാത്ത അറിവ് വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും അറിവിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യാഖ്യാനത്തിനും ഈ പരിമിതികൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫീലിങ്സ്, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ടാണ് നമുക്ക് താല്പര്യം. നമ്മുടെ ആശയങ്ങളോട് നമ്മുടെ ചിന്തകളോടൊക്കെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഇനി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ആണ് നമ്മൾ കണ്ടെത്തുന്നെങ്കിൽ അത് ശരിയാണെന്ന് സമ്മതിക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല എല്ലാവർക്കും. എന്നാൽ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവായിട്ട്, അല്ലെങ്കിൽ വാസ്തവത്തിൽ എഴുത്തുകാരൻ ഉദ്ദേശിച്ച ഒരു അർത്ഥം അതിന്റെ പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ആ അർത്ഥം പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇന്നതാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റായ ഒരു രീതിയാണ്. അവസാനമായിട്ട് ശരിയായ വ്യാഖ്യാന രീതിയായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ആണ്, ആക്ഷരിക വ്യാഖ്യാന രീതി. ഞാൻ നേരത്തെ പറഞ്ഞാൽ അന്ത്യോക്യൻ സഭാപിതാക്കന്മാരിൽ നിന്ന് തുടങ്ങിയ അവരാണ് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇത് വ്യാഖ്യാനത്തിന്റെ ശരിയായ രീതിയായിട്ട് ഇന്നും ആളുകൾ കണക്കാക്കുന്ന ഒരു രീതിയാണ്. ലിറ്ററൽ എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ലിറ്ററൽ ഈസ് നോട്ട് ലെറ്ററൽ. അതായത് ഈ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് ഡിക്ഷണറിയിൽ നോക്കി കണ്ടെത്തുന്ന അർത്ഥം എന്ന ആശയത്തിലല്ല. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ വായനക്കാരൻ തന്റെ വാക്കുകളിലൂടെയും തന്റെ സാഹിത്യ ശൈലിയിലൂടെയും എന്താണ് ആശയവിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ അർത്ഥം മനസ്സിലാക്കുന്നതിനാണ് ലിറ്ററൽ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത്. അതായത് എഴുത്തുകാരനായിരിക്കും ഉദ്ദേശിച്ചല്ലേ? വായനക്കാരനല്ല, എഴുത്തുകാരൻ. അപ്പൊ എഴുത്തുകാരൻ തന്റെ വാക്കുകൾക്ക് എന്തർത്ഥമാണ് ഉദ്ദേശിച്ചത് അതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ. ഉദാഹരണമായിട്ട് പറഞ്ഞാല് ഇപ്പോൾ ബൈബിളിൽ ധാരാളം ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ആലങ്കാരിക പ്രയോഗങ്ങളെ ആക്ഷരികമായിട്ട് മനസ്സിലാക്കണോ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം കത്തോലിക്കരൊക്കെ ചിലപ്പോൾ അവർ വരുത്തുന്ന ഒരു തെറ്റാണ്. കുർബാനയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് എന്നോട് പങ്കില്ല എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ അത് അവര് ലെറ്ററൽ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുർബാനയിലെ അപ്പം യേശുക്രിസ്തുവിന്റെ മാംസമായി മാറുന്നു. ആ മാംസമാണ് അവർ കഴിക്കുന്നത്. വീഞ്ഞിന് പകരം അവർ രക്തമാണ്, യേശുക്രിസ്തുവിന്റെ രക്തം തന്നെയാണ് കുടിക്കുന്നത്. ആ വസ്തുമാറ്റ സിദ്ധാന്തമൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണമെന്നാണോ ഈ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്കറിയാം ആ വേദഭാഗം വായിക്കുമ്പോൾ അതൊരു മെറ്റഫോറിക്കൽ യൂസേജ് ആണ്, അതൊരു രൂപക അലങ്കാരമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കർത്താവ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഇത് ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ്. ഈ ആലങ്കാരിക പ്രയോഗങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ അലങ്കാരങ്ങളെ അലങ്കാരങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കുന്ന വ്യാഖ്യാന രീതിയാണ് ഈ ആക്ഷരിക വ്യാഖ്യാന രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ അക്ഷരങ്ങളുടെ അർത്ഥമല്ല. വ്യാഖ്യാനത്തിൽ അക്ഷരിക വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ തൻ്റെ ഭാഷാപ്രയോഗങ്ങളിലൂടെയും വാക്കുകളിലൂടെയും എന്താണ് വിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. സോ ട്രൂ മീനിങ് ഈസ് ദ നോർമൽ പ്ലെയിൻ മീനിങ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, ആലങ്കാരികമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എങ്കിൽ മിക്കവാറും അതിനെക്കുറിച്ചുള്ള സൂചനകളും ആ വേദഭാഗത്തോട് ചേർന്ന് അതിന്റെ അടുത്ത് തന്നെ മിക്കവാറും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും സമയത്തൊക്കെ
തിരുവെഴുത്തിന്റെ എഴുത്തുകാര് അത് ഉപമ പറഞ്ഞു, ഉപമയാണ് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. മറ്റ് അലങ്കാരങ്ങളൊക്കെ നമുക്ക് അതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ അക്ഷരിക വ്യാഖ്യാന രീതിയാണ് ശരിയായ രീതി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ അക്ഷരിക വ്യാഖ്യാനം നടത്തേണ്ടത്, അതിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. എൻ്റെ എല്ലാ പ്രമാണങ്ങളും പറയാനായിട്ടുള്ള സമയമില്ല. ഒരു നാലഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയവും അവസാനിക്കുകയാണല്ലോ. അക്ഷരിക വ്യാഖ്യാന രീതിയുടെ ഒരു പ്രമാണം തിരുവെഴുത്തുകൾ കൊണ്ട് തിരുവെഴുത്തുകളെ വിശദീകരിക്കുക എന്നതാണ്. തിരുവെഴുത്തുകൾ കൊണ്ട് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുക. ലെറ്റ് സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് ദ സ്ക്രിപ്ചർ. മാർട്ടിൻ ലൂതറൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രമാണമാണ്. ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ടത് പാരമ്പര്യമല്ല, ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ടത് പോപ്പും ബിഷപ്പും അല്ല, തിരുവെഴുത്തുകൾ തന്നെയാണ് തിരുവെഴുത്തുകളുടെ അർത്ഥം വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് പ്രാഥമികമായിട്ടും എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പല പ്രായോഗികമായ കാര്യങ്ങളും പറയാനായിട്ട് സാധിക്കും. അതായത് ബൈബിളിലെ മിക്കവാറും ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അതേ വിഷയത്തെക്കുറിച്ച് മറ്റ് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു വേദഭാഗത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം ലഭിക്കാനായിട്ട് ഇടയായി തീരും. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തിരുവെഴുത്തില് പല വിഷയം, ഇപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള ധാരാളം വേദഭാഗങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ധാരാളം, ഇപ്പം ത്രിയേകത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഏകത്വത്തിലുള്ള ബഹുത്വത്തെക്കുറിച്ചൊക്കെ പല സ്ഥലത്ത് പല ആശയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ എടുത്തു വെച്ച് താരതമ്യം ചെയ്തൊക്കെ പഠിക്കുമ്പോഴാണ് കൂടുതൽ വെളിച്ചം കിട്ടുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. ഹ്രസ്വമായ വേദഭാഗങ്ങളെ അതേ വിഷയം സംബന്ധിച്ച് പരാമർശിക്കുന്ന ദീർഘമായ വേദഭാഗം കൊണ്ട് വിശദീകരിക്കണം. അതായത് ഷോർട്ടർ പാസേജസ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ലോങ്ങർ പാസേജസ്. ഒരു വിഷയത്തെക്കുറിച്ച് 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ വിഷയത്തെക്കുറിച്ച് 10-15 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള വേദഭാഗം ഉണ്ടെങ്കിൽ ആ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ വേണം ഈ കുറച്ച് വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തെ മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഉയർപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഏത് വേദഭാഗമാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത്, ഉയർപ്പിനെ മനസ്സിലാക്കേണ്ടത് ഏത് വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം പോലെ വിശാലമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വേദഭാഗമില്ല. അപ്പൊ അതുകൊണ്ട് ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന പാഠമായിട്ട് നമുക്ക് ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്തിട്ട് ബാക്കിയുള്ള വചനങ്ങളെ അതിന്റെ വെളിച്ചത്തിലേക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ലതാണ്. കർത്തൃമേശയെക്കുറിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലാണ് ഏറ്റവും വിശാലമായിട്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പഠനത്തിൽ ഈ ലോങ്ങർ പാസേജ് ആയ 1 കൊരിന്ത്യർ 11 ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി പുസ്തകത്തെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, പഴയ നിയമത്തെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അതും ഈ സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് ദ സ്ക്രിപ്ചർ എന്നുള്ള പ്രമാണത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലേവ്യ പുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എബ്രായ ലേഖനം കൂടി ഉപയോഗിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് ലേവ്യ പുസ്തകം മനസ്സിലാക്കാൻ. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം മനസ്സിലാക്കുവാൻ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പൊ ഇതാണ് ഈ തിരുവെഴുത്തുകൾ കൊണ്ട് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ആ പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അതിപ്രധാനപ്പെട്ട പ്രമാണം, അക്ഷരിക വ്യാഖ്യാനത്തിന്റെ അതിപ്രധാനപ്പെട്ട മറ്റൊരു പ്രമാണമാണ് സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നുകൊണ്ട്, പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ള കാര്യം. ബൈബിളിലെ ഓരോ വചനത്തിനും അതിൻ്റെ പശ്ചാത്തലമുണ്ട്. ആ വചനം പറയാനായിട്ടുണ്ടായ പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു സംഭവമാണെങ്കിൽ ആ സംഭവം സംഭവിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം, അത് എഴുതാനായിട്ടുള്ള ഒരു കാരണം, ഇങ്ങനെയൊക്കെ അതിൻ്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു വചനം പോലും ഒറ്റയ്ക്ക് നിൽക്കുന്ന വചനമല്ല. ചിലപ്പോൾ ഒരു ഖണ്ഡികയുടെ പശ്ചാത്തലത്തിലായിരിക്കും നിൽക്കുന്നത്, ഒരു അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആശയങ്ങളുണ്ട്.
ഇനി അഥവാ ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്, ദ ഹോൾ ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ആ കോണ്ടെക്സ്റ്റുവലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വചനത്തെ ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റിയാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു പ്രയോഗത്തിന്, ഒരു വാചകത്തിന് ആ വാചകം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ആ വാചകം നമ്മൾ കാണുന്ന ആ പശ്ചാത്തലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ മുകളിലും താഴെയൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു വാചകത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു പെശക്, ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുമ്പോഴേ സഹോദരന്മാര് ചിന്തിക്കരുത് ഇന്ന സഹോദരനെ കുറിച്ചായി പറയുന്നത് ചിന്തിക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തു നിന്ന് കേൾക്കുന്നതാണ്, ഒരു പക്ഷെ നമ്മൾ തന്നെ പറയുന്നതാണ്. ഈ വ്യാഖ്യാനത്തിന്റെ പ്രമാണങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, അബദ്ധങ്ങളൊക്കെ പറയും. അതൊന്നും വലിയൊരു പാപമായിട്ടൊന്നും കണക്കാക്കണ്ട, ഇനി സൂക്ഷിച്ചാൽ മതി. ഓക്കെ. സാധാരണ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമാണ് സങ്കീർത്തനങ്ങൾ 116:15. അതെങ്ങനെയാണ്? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ഒന്നാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ മരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് എന്ന നിലയിലാണ് പലപ്പോഴും പ്രസംഗിച്ച് കേട്ടിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ആ സങ്കീർത്തനത്തിൽ ഈ വാക്യത്തിന്റെ മുകളിലും താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തന്മാരുടെ ജീവനാണ് യഹോവയ്ക്ക് വിലയേറിയതെന്നാണ്. ഭക്തന്മാര് മരിക്കാനായിട്ട് ദൈവം അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് ആ വാക്യം പറയുന്നത്. കാരണം ഇത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അതിനകത്താണ് ഇത് പറയുന്നത്, ദൈവം നീ ഭക്തന്മാരെ മരിക്കാനായിട്ട് അനുവദിക്കില്ലല്ലോ, ഒരു ഭക്തൻ മരിക്കുന്നത് നിനക്ക് എത്ര വിലയേറിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ നിനക്ക് എത്ര വിലയേറിയ കാര്യമാണ് എന്നാണ് വാസ്തവത്തിൽ ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു വേറൊരു വചനമായിട്ട് കമ്പയർ ചെയ്ത് കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സങ്കീർത്തനങ്ങൾ തന്നെ 72:14 നമ്മൾ കാണുന്നുണ്ട്, അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവം അവനെ രക്ഷിക്കുന്ന. ഈ ഭക്തന്മാർ മരിക്കുന്നതാണ് യഹോവയ്ക്ക് എന്ന വാക്യത്തേക്ക് എടുത്ത് വ്യാഖ്യാനിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് അതിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ല നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല വേദഭാഗങ്ങളുടെയും പല വാക്യങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഉള്ള വാക്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്യങ്ങളുടെയൊക്കെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തില് അവിടെ യഹൂദന്മാരുടെ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന ഉത്സവങ്ങളെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും നമ്മൾ ഈ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവത്തെ കുറിച്ച് കാണുന്നില്ല. അപ്പൊ എന്താണ് ഈ പ്രതിഷ്ഠോത്സവം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവം എങ്ങനെയാണ് ഈ പ്രതിഷ്ഠോത്സവം യഹൂദന്മാരുടെ ഇടയിൽ? നമുക്കറിയാലോ, ഫരിസേയരാരാണ്, പരീശരാരാണ്, ഈ സദൂക്യരാരാണ്, ഇവരും നമുക്ക് പലതാണ്. ആരാ ഇവര്? എന്താണ് ഈ പരീശൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ സദൂക്യൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പശ്ചാത്തലം, ബൈബിളിലെ എഴുത്തുകാർക്ക് ഒരു തിയോളജിയാണ്, അവർക്ക് ഒരു വേദശാസ്ത്രമാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു വേദശാസ്ത്രമുണ്ട്. അപ്പൊ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങളും അദ്ദേഹം പറയുന്ന വാക്കുകളും ഒക്കെ ആ ഒരു വേദശാസ്ത്ര പശ്ചാത്തലത്തിൽ, ആ വേദശാസ്ത്ര കോണ്ടെക്സ്റ്റിൽ വേണം നമുക്ക് കാണാനൊക്കെ ആയിട്ട് എന്ന് പറയുന്നത്. ഇപ്പോ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ, അബ്രാഹമും അതുപോലെ തന്നെയുള്ള പല ഭക്തന്മാരായിട്ടുള്ള പഴയ നിയമത്തിലെ ആളുകളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ തിയോളജിക്കൽ കോണ്ടെക്സ്റ്റ്, റോമാലേഖനത്തിന്റെ തിയോളജിക്കൽ കോണ്ടെക്സ്റ്റ് വിശ്വാസത്താലുള്ള നീതീകരണത്തെ സിസ്റ്റമാറ്റിക്
അവതരിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. ലേഖനത്തിലേക്ക് വരുമ്പോൾ അവരുടെ 2-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നത് അബ്രാഹവും രഹാബും ഒക്കെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. അവര് പ്രവൃത്തി കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടെന്നാണ്. അപ്പൊ യാക്കോബിന്റെ തിയോളജി എന്താ? യാക്കോബിന്റെ തിയോളജി എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നീ രക്ഷിക്കപ്പെട്ടു എന്ന കേരളത്തിന്റെ തിയോളജി ഡോക്ട്രിൻസ് അവതരിപ്പിക്കുകയല്ല ഈ യാക്കോബ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന എഴുത്തുകാരന്റെ വേദശാസ്ത്രപരമായ കാഴ്ചപ്പാട് എന്താണ്, അദ്ദേഹം എന്താണ് ഇത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഒരു വേദഭാഗത്തിന്റെ അർത്ഥം നിശ്ചയിക്കാം. വേദശാസ്ത്രം ഗ്രാമറിനെ പരിഗണിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം. ഇന്റർപ്രറ്റ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാമർ എന്ന് പറയും. ഈ മാർട്ടിൻ ലൂതർ ആണെന്ന് എനിക്ക് തോന്നുന്നു വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് ചോദിച്ചാൽ, ഹെർമെനൂട്ടിക്സ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഗ്രാമർ അപ്ലൈഡ് ടു ദ ടെക്സ്റ്റ്. പാഠഭാഗത്തിലേക്ക് വ്യാകരണത്തിന്റെ പ്രമാണങ്ങൾ പ്രയോഗിക്കുന്നതിനാണ് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ. വ്യാകരണ സംബന്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വ്യാഖ്യാനത്തിലുണ്ട്. ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ വ്യാകരണം മനസ്സിലാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്ക് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഏത് ഇനത്തിൽപ്പെടുന്നതാണ്, അതുപോലെ തന്നെ അതിന്റെ വചനം എന്താണ്, അതിന്റെ നമ്പർ എന്ന് പറയും, സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുന്ന നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലിംഗം ഏതാണ്, ജെൻഡർ ഏതാണ്, അതുപോലെ ടെൻസ്, ഭാവി, ഭൂതം, വർത്തമാന എന്നൊക്കെ പറയുന്ന ടെൻസുകളുണ്ടല്ലോ. അപ്പൊ ടെൻസ് ഏതാണ്? ഈ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും ഇല്ലാത്ത ടെൻസുകളൊക്കെ ഗ്രീക്കിലൊക്കെയാണ്. എയറിസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ ഒരു ടെൻസിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പോയിന്റ് ടെൻസിലായിട്ടുള്ള പ്രത്യേകതകൾ ഗ്രാമറിനെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട്. അതുപോലെ ഒരു സെന്റൻസിന്റെ മൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആ സെന്റൻസ് ഒരു പ്രസ്താവനയാണോ, ഒരു ചോദ്യമായിട്ടുള്ള മൂഡുകൾ ഓരോ സെന്റൻസിനും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് കർത്താവ് 15 അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിൽ അനുസരിക്കുവാൻ നിങ്ങൾ ദൈവകൽപ്പനകളെ വിട്ടുകളഞ്ഞത് നന്നായി, അല്ലെ? പാരമ്പര്യം അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനയെ വിട്ടുകളഞ്ഞത് നന്നായി. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ആ വാക്യത്തിന്റെ അർത്ഥം പാരമ്പര്യം അനുസരിക്കാൻ വേണ്ടി ദൈവകൽപ്പന അനുസരിക്കണ്ട എന്നുള്ളതാണ് അർത്ഥം എന്ന് ചോദിച്ചല്ല. അപ്പൊ എന്റെ കോണ്ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ, മുകളിലും താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ ആ സെന്റൻസിന്റെ ഒരു മൂഡ് എന്താണ്, ആ സെന്റൻസ് ഒരു പ്രസ്താവനയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഗ്രാമർ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ, ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷനുള്ള ആശയക്കുഴപ്പമുള്ള ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. അപ്പൊ അവിടെ ഈ സ്നാനമേൽക്കുക എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാം. പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുക എന്നൊരാശയം നമുക്ക് കാണാം. അപ്പൊ നമ്മള് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് പാപമോചനം. അപ്പൊ പിന്നെ സ്നാനം എന്ന് പറയുന്നതിലൂടെ പാപമോചനം ഉണ്ട് എന്ന് പത്രോസ് പ്രസംഗിച്ചത് എന്താണ്? അപ്പൊ ആ വേദഭാഗത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അപ്പൊ അവിടെ ഗ്രാമർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റോയ് ബി സുക്ക് എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചുള്ള പുസ്തകത്തില് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനൊരു ന്യായം പറയുന്നത് ഇങ്ങനെയാണ്: ആ സെന്റൻസിലെ കുറച്ച് വാക്കുകൾ ഏകവചനമാണ്, മറ്റു കുറച്ച് വാക്കുകൾ ബഹുവചനമാണ്. അപ്പൊ ഗ്രീക്ക് ഭാഷയുടെ വ്യാകരണം അനുസരിച്ച് ഒരു സെന്റൻസിലെ കർത്താവ് ഏകവചനമാണെങ്കിൽ അതിന്റെ ക്രിയയും ഒക്കെ ഏകവചനമായിരിക്കും. കർത്താവ് ബഹുവചനമാണെങ്കിൽ ക്രിയയൊക്കെ ബഹുവചനമായിരിക്കും. ഇതാണ് ഒരു സാമാന്യ നിയമം എന്ന് പറഞ്ഞാൽ. പക്ഷെ മലയാളത്തിലൊന്നും അങ്ങനെയില്ല, ഇംഗ്ലീഷിലും അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഗ്രീക്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഉള്ള വാക്കുകളെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഗ്രീക്കില് ഉള്ള ആ വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകവചനത്തെ ഏകവചനം ആയിട്ട് ഒരുമിച്ച് ചേർത്തും ബഹുവചന വാക്കുകളെ ബഹുവചനമായിട്ട് ഒരുമിപ്പിച്ച് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ
മാനസാന്തരപ്പെടുകയും ഓരോരുത്തൻ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യുക എന്നാണ്. അതായത് നിങ്ങൾ പാപമോചനത്തിനായി അങ്ങനെയാണ്, നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടുകയും ഓരോരുത്തൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്യുവിൻ എന്നാണ് ആ വാക്യത്തെ ഗ്രാമർ അനുസരിച്ച് റീഅറേഞ്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്ന് റോയ് ബീസൊക്കെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാമർ അപ്ലൈ ചെയ്യുക, ഗ്രാമർ പരിശോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമറിന്റെ അടിസ്ഥാനത്തിൽ പൗലോസും കർത്താവും ഒക്കെ ഉപദേശമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഗലാത്യർ 3:16 നമുക്കറിയാം. മത്തായി 22 29 വാക്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് ഒക്കെ ഗ്രാമർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാമറിനെ പരിഗണിക്കാതെ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത് ഗ്രാമറിന്റെ തന്നെ ഒരു ഭാഗമാണ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ വാക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രമമാണ്, അതിന്റെ രീതിയൊക്കെയാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യണം. കൂടുതൽ വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോട്ടെ. അതുപോലെ തന്നെയാണ് അതിന്റെ ലിറ്റററി ജനറെ, സാഹിത്യ രൂപം. ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു വേദഭാഗം പരിശോധിക്കുമ്പോൾ അതൊരു ഗദ്യ സാഹിത്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണോ, അത് പദ്യമാണോ, പ്രവചനമാണോ എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഓരോന്നിനും പ്രമാണങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ സംഗീത പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല ചരിത്ര വിവരണങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത്. ഇനി ചരിത്ര വിവരണങ്ങളിൽ തന്നെ ചില ഭാഗത്ത് പാട്ടുകളുണ്ട്, അതിനെയും ആ പാട്ടായിട്ട് തന്നെ കാണുകയും ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി രീതികൾ പ്രവാചകന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉടമ്പടികളുടെ രീതികളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം രീതിയിലുള്ള എഴുത്ത് രീതികൾ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാം. സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി ഹൈലി സിംബോളിക് ആയിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എഹെസ്കേലിന്റെ പുസ്തകത്തിലെ, വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. ഏത് സാഹിത്യ രീതിയാണ്, ശൈലിയാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കണം. നാലാമത്, വ്യാഖ്യാനത്തിന് ഉപയോഗിക്കേണ്ട പഠന രീതി ശരിയായിരിക്കണം. അതിനെക്കുറിച്ച് പറയുന്നത് എക്സജറ്റിക്കൽ രീതിയിൽ പഠിക്കണമെന്നാണ്. എക്സജറ്റിക്കൽ പഠന രീതി ഉപയോഗിക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇൻഡക്റ്റീവ് പഠന രീതി എന്നുള്ള പഠന രീതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് വിശദാംശങ്ങളെ പരിശോധിച്ചതിന് ശേഷം പൊതുവായ തത്വത്തിലേക്ക് നീങ്ങുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പഴയ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യർ, അരിസ്റ്റോട്ടലിനെ പോലുള്ള ആളുകൾ, അവര് ഒരു തത്വത്തിൽ നിന്ന് വിശദാംശങ്ങളിലേക്ക് തെളിവുകൾ അന്വേഷിച്ച് പോകുന്ന രീതിയാണ്, ഡിഡക്റ്റീവ് മെത്തേഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും പലപ്പോഴും ഈ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡിഡക്റ്റീവ് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ബൈബിൾ പഠനത്തിന് ഉപയോഗിക്കേണ്ടത് ഇൻഡക്റ്റീവ് മെത്തേഡാണ് എന്ന് ഈ ആക്ഷരിക വ്യാഖ്യാനത്തിന്റെ വക്താക്കൾ പറയും. അപ്പൊ അതിന് ഉള്ള ഒരു മാർഗം ഒന്ന് എക്സജീസിസ് ചെയ്യുക എന്ന് പറയും. എക്സജറ്റിക്കൽ സ്റ്റഡി നടത്തുക. എക്സജറ്റിക്കൽ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത, ആ ഒരു പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളെയും നിരീക്ഷിക്കുകയും ആ വാക്കുകളെയും പ്രയോഗങ്ങളെയും പഠിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള അർത്ഥം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും അതിനുശേഷം അതിനെ ഗ്രാമർ ഒക്കെ അപ്ലൈ ചെയ്ത്, ചരിത്രത്തിന്റെ പശ്ചാത്തലമൊക്കെ അപ്ലൈ ചെയ്ത് ഈ വാക്കുകൾക്ക് എഴുത്തുകാരൻ എന്തർത്ഥമാണ് ഉദ്ദേശിച്ചതെന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് എക്സജീസിസ് എന്ന് പറഞ്ഞാൽ. ആ വാക്കിന്റെ അർത്ഥം അവിടെ ഉള്ളത് പുറത്തേക്ക് എടുക്കുക എന്നാണ്. അവിടെ ആ വാചകത്തിൽ ഉള്ള കാര്യം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാക്കുകളുടെ പഠനത്തെ കുറിച്ച് പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം വാക്കുകൾക്ക് പശ്ചാത്തലം അനുസരിച്ച് അർത്ഥവ്യത്യാസം വരും. അപ്പൊ എല്ലാ വാക്കുകളും, ഇപ്പൊ നമ്മളിപ്പം ഒരു വാക്ക് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് നമ്മൾ കാണുന്ന ഒരു അർത്ഥമായിരിക്കില്ല ഒരു വാചകത്തിൽ ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. മത്തായി 15-ാം അധ്യായത്തില് 21 മുതൽ 28 വാക്യങ്ങളിൽ കർത്താവ് ഈ സൊറോഫൈനീക്കിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നായ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഈ നായ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവിടെ ലിറ്ററൽ സെൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ സെൻസിലാണ് കർത്താവ് പറയുന്നത്. മക്കളുടെ അപ്പം, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ പട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. എന്നാൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ആരെയാണ്? റോഡിൽ കൂടെ നടക്കുമ്പോൾ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണം എന്നാണോ പറഞ്ഞത്? നായ എന്ന് ഡിക്ഷണറി നോക്കിയ അർത്ഥം അതാണ്, നമ്മുടെ നാലുകാലുള്ള ആ കുരയ്ക്കുകയും കടിക്കുകയൊക്കെ ചെയ്യുന്ന ജീവിയാണ്. പക്ഷെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ നായ്ക്കൾ എന്നത് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. അപ്പൊ ആ വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അർത്ഥവ്യത്യാസങ്ങള് പശ്ചാത്തലമനുസരിച്ച് വാക്കുകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പൊ വാൾ എന്ന് പറയുന്ന വാക്ക് തന്നെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ വാൾ എന്ന് പറയുന്ന വാക്ക് എത്രയോ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെട്ടാൻ ഉപയോഗിക്കുന്ന വാളെന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ കർത്താവ് മത്തായി 10-ലാന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യപുത്രൻ സമാധാനമല്ല വാളത്രേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വാള്, ഒരു കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ ഭേദിപ്പിക്കുന്ന വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതൊന്നും ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വാളിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. പക്ഷെ ഗെത്സമനയിൽ വെച്ച് പത്രോസ് വാളെടുത്ത് ഈ ചേകവനെ വെട്ടി. അതെന്ത് വാളാ? അപ്പൊ ഇത് ഈ ആദ്യം പറഞ്ഞ 2 വാളും അല്ല, ഈ 3-ാമത്തെ വാളെന്ന് പറയുന്നത്. അപ്പം വാള് എന്ന ആ വാക്ക് തന്നെ, ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് മറിയമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാളെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ കാണുന്ന ആശയമല്ല അവിടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ പറയുന്നയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാക്കുകളുടെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്കുകൾ പഠിക്കുമ്പോൾ ഒരു വാക്കിന് പല അർത്ഥങ്ങൾ കാണും. അതിൽ ഏതർത്ഥമാണ് ഈ പശ്ചാത്തലത്തിൽ ചേരുന്നത് എന്ന് ചിന്തിക്കണം. അതിന്റെ ന്യൂവാൻസസ്, ഒരു വാക്കിനോട് ചേർന്നുള്ള അനുബന്ധ ആശയങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കണം. അതിന്റെ കൊണോട്ടേഷൻസ് നോക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കാലഘട്ടങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് വാക്കിന്റെ അർത്ഥത്തിനും വ്യത്യാസം വരാം. അതായത് ഉപയോഗിച്ച് അർത്ഥവ്യത്യാസം വാക്കുകൾക്ക് വരാം. അങ്ങനെ ചില ട്രാൻസ്ലേഷണൽ പ്രോബ്ലം ഒക്കെ നമുക്ക് നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് നമുക്ക് കാണുന്ന ഒരു പ്രയോഗമാണ്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. ഈ ദുർഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ ആ ദുർഭാഷണം എന്ന് പറഞ്ഞാൽ മോശമായ സംസാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാസ്തവത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ പരിശോധിച്ചാല് ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് മാനേഴ്സ് എന്ന് കാണും. ഈവിൾ കമ്പനി, ദുഷ്ട സംസർഗം എന്നാണ്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ വാസ്തവത്തിലുള്ള അർത്ഥം ദുർഭാഷണമാണോ ദുഷ്ടന്മാരോടുള്ള സംസർഗമാണോ, ഇതിലേതാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ അത് ഈ കിങ് ജെയിംസ് ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത കാലത്തുണ്ടായിരുന്ന അർത്ഥമല്ല ഒരുപക്ഷെ ഇന്ന് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈവിൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കിന് ഉള്ളത്. അപ്പൊ ആ കാലാന്തരത്തിൽ വന്ന അർത്ഥവ്യത്യാസം തർജ്ജമകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് സൂക്ഷ്മതയോടുകൂടി പഠിക്കണം. ഇതിന് ഏതാണ് വാസ്തവത്തിൽ ഈ വാക്കിന്റെ അർത്ഥം എന്നുള്ള കാര്യം പഠിക്കണം. ഈ ഇങ്ങനെയൊക്കെ ഞാൻ ഇത്രയും ഈ 4 കാര്യങ്ങൾ പ്രമാണങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. കാരണം ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അത്രയും വിശദമായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു വേദഭാഗത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, അതിന്റെ തിയോളജിക്കലായിട്ടുള്ള, ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു വേദഭാഗത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കുന്നതിനാണ് ആക്ഷരിക വ്യാഖ്യാന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ഷരിക വ്യാഖ്യാന രീതിയാണ് ശരിയായിട്ടുള്ള വ്യാഖ്യാന രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ ഒരു പർപ്പസ് ഉണ്ട്. നമ്മളൊരാളുടെ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. അയാൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാനീ പറയുന്ന വാക്കുകളല്ല, അതിൻ്റെയൊക്കെ ഉള്ളിൽ വേറെ ഗൂഢാർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ എഴുത്തുകാരൻ പോലും ചിന്തിക്കാത്ത ആശയങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിന്റെ സാമാന്യ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വ്യാഖ്യാന രീതി ഉപയോഗിക്കുമ്പോൾ വ്യാഖ്യാതാവിന് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു ചോദ്യമാണ്. അതായത് അപ്പൊ നമ്മൾ ചില സത്യങ്ങൾ കണ്ടെത്തി, നമ്മളുടെ പഠനത്തിന്റെ ഫലമായിട്ട് ചില സത്യങ്ങൾ കണ്ടെത്തി, ഇതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനുണ്ടോ? അതോ ഞാൻ കണ്ടെത്തിയതാണോ ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു കണ്ടെത്തൽ
എന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് എളുപ്പമാണോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വ്യാഖ്യാനത്തിൽ എപ്പോഴും അങ്ങനെ ഒരു പരിമിതി വ്യാഖ്യാതാവിനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെയധികം വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭാഷയുടെ അകലം, സംസ്കാരത്തിന്റെ അകലം, അങ്ങനെ ഒത്തിരി അകലങ്ങൾ ഉണ്ട്. അപ്പൊ ഈ അകലങ്ങളൊക്കെ ശരിയായ രീതിയിൽ ബ്രിഡ്ജ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ അർത്ഥത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരുപക്ഷെ എല്ലാ വ്യാഖ്യാതാക്കൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കാം. അവരുടെ സ്കില്ലും അവരുടെ അക്കാഡമിക് ട്രെയിനിങ്ങും ഒക്കെ അനുസരിച്ചും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒത്തിരി ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ സഹായവും ഒക്കെ അതിനാവശ്യമാണ്. കാരണം ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുപക്ഷെ എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുന്ന ആളുകൾ പോലും വചനത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു ആനുകൂല്യം അവിടെ ഇട്ടേക്കണം. അതായത് ഞാൻ കണ്ടെത്തിയ ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു സത്യം ഇനി കണ്ടെത്താനില്ല എന്നുള്ള ചിന്തയിലൊന്നും നമ്മൾ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ അല്പം വ്യത്യസ്തമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ആശയം ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അയാളെ അനാത്തമൈസ് ചെയ്യേണ്ട കാര്യമൊന്നും നമുക്ക് ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഞാനിത് പറയുമ്പോൾ സൂക്ഷിച്ചാണ് പറയുന്നത്. കാരണം ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്ത ആശയം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വിശ്വാസത്താലാണ് രക്ഷ അല്ലെങ്കിൽ വിശ്വാസത്താലാണ് നീതീകരണം എന്ന വിഷയത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, നിനക്ക് വേണമെങ്കിൽ വേറെ രീതി മനസ്സിലാക്കാം എന്ന് പറയുന്ന ഒരു ആശയമില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഇല്ല, നമുക്ക് രണ്ട് അഭിപ്രായത്തിലുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ ത്രിയേകത്തെ സംബന്ധിച്ചോ പരിശുദ്ധാത്മാവിന്റെ ആളത്തെ സംബന്ധിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം അത് തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായിട്ട് അനേക വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദനീയമാണ്. അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പോൾ ചില വാക്യങ്ങൾ, ബൈബിളിലെ ചില വാക്യങ്ങൾക്ക് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? അപ്പൊ ഈ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിശ്ചയിക്കാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയും? ഏതാണ്ട് 10-12ഓളം വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആ വാക്യത്തിനുണ്ട്. പല വ്യാഖ്യാതാക്കൾ അതിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ചിലര് അതിനെ ജാതികളുടെ ഇടയിലുള്ള ഒരു ആചാരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ് എന്ന് പറയുന്നു. ഇനി അതല്ല, മരിച്ചവർ നിമിത്തം മറ്റുള്ളവര് അത് രക്തസാക്ഷികളായിട്ട് മരിച്ചവരുടെ വിശ്വാസം കണ്ട് ചിലർ വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ടതാണെന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ വാക്യത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ സാധിക്കുന്നത്? നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വാക്യത്തിന് ഒന്നിലധികം വ്യാഖ്യാന സാധ്യതകളുണ്ട്. ആ സാധ്യതകളിൽ മറ്റ് വചനഭാഗങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വ്യാഖ്യാന രീതി സ്വീകരിക്കുകയാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇനി അത് മാത്രമാണെന്ന് പറയാനായിട്ട്, ഫൈനൽ ഒരു വേർഡ് പറയാനായിട്ട് ഒരു പക്ഷെ നമുക്ക് സാധ്യമല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തുള്ള സത്യസന്ധത. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരായി കണ്ടു ഭാര്യമാരായിട്ടെടുത്തു. അപ്പൊ ആരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാർ? 3 പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ, 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്കറിയാം. ഇതിൽ ഏതാണ് ശരി? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണേലും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് മാലാഖ വീണുപോയ ദൂതന്മാരാണ് എന്ന് പറഞ്ഞാലും നമുക്ക് അവരോട് പിണങ്ങേണ്ട ആവശ്യമില്ല. ഇനി അതല്ല ശേത്തിന്റെ പുത്രന്മാരാണ്, മറ്റത് കയ്യിന്റെ പുത്രന്മാരാണ് എന്ന് അങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് നമുക്ക് പ്രത്യേകിച്ച് അവരോട് പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഒരു അവ്യക്തത, അങ്ങനെയുള്ള നിഗമനങ്ങൾ നടത്താനായിട്ടുള്ള ഒരു അവ്യക്തത അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ചേ മതിയാവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം തിരുവെഴുത്ത് എല്ലാ ഭാഗത്തും അതുപോലെ അവ്യക്തത ഉണ്ടെന്നല്ല. ചില ഭാഗങ്ങളിൽ അവ്യക്തത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും. ആ അവ്യക്തത അത് അങ്ങനെ തന്നെ വിട്ടേക്കാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഒരു തീരുമാനം പറയാനായിട്ട് നമ്മൾ ധൈര്യപ്പെടുന്നത് ഒരുപക്ഷെ അത് ഒരല്പം അധികം ധൈര്യം കാണിക്കലാവും. കൂടുതൽ ഒരുപക്ഷെ കാലം മുമ്പോട്ട് പോകുമ്പോൾ തെളിവുകൾ നമുക്ക് കിട്ടുമായിരിക്കാം. പഠനങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ ഒരു ഫൈനൽ വേർഡ് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ, തെളിവുകൾ കിട്ടുമായിരിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഒരു എക്സസീവ് ഇൻഡിവിജ്വലിസം നമ്മൾ ഒഴിവാക്കണം. അതായത്
ഞാൻ ഈ വേദഭാഗത്തെ പഠിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, എൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് ആ ഒരു സ്വന്തം കണ്ടെത്തലുകൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു എക്സസീവ് ഇൻഡിവിജ്വലിസം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഐസജീസിസ്, എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ വചനത്തിനുള്ളിലേക്ക് കയറ്റി വയ്ക്കാനുള്ള അനുവാദം നമുക്കില്ല. വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. ദൈവവചനത്തിലേക്ക് അവിടെ ആ എഴുത്തുകാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് എഴുതിയ വാക്കുകളിലേക്ക് എൻ്റെ ആശയങ്ങൾ പ്രവേശിപ്പിക്കാനായിട്ട് അനുവാദമില്ല. അപ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ക്രൈസ്തവ ലോകത്തിലുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ഈ വ്യാഖ്യാനം എന്ന് പറയുന്നതല്ല ആപ്ലിക്കേഷൻ, അതും ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്. വ്യാഖ്യാനിക്കുന്ന ആൾ മനസ്സിലാക്കണം, ഈ വ്യാഖ്യാനം എന്ന് പറയുന്നതും അതിന്റെ പ്രയോഗം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വ്യാഖ്യാനം വാസ്തവത്തിൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സത്യങ്ങൾ, ഞാൻ കണ്ടെത്തിയ ഈ സത്യങ്ങൾ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ സത്യങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹവിശ്വാസികളുടെ ജീവിതത്തിലും എങ്ങനെ പ്രയോഗിക്കാം എന്നതാണ് ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ വേർതിരിച്ച് നമ്മൾ കാണണം. അവസാനമായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസം പരസ്പരം വെറുക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ എടുക്കരുത്. അതായത് ഞാൻ വ്യാഖ്യാനിക്കുന്നവരല്ലാതെ വ്യാഖ്യാനിക്കുന്ന എല്ലാവരും വെറുക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്തയും ഒരു വിശ്വാസിക്ക് കൊള്ളില്ലാത്ത ചിന്തയാണ്. ഒരാൾ വ്യത്യസ്തമായിട്ടൊരു വാക്യത്തെ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെങ്കിൽ ദൈവം അദ്ദേഹത്തിന് ഒരുപക്ഷെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ആ മനുഷ്യനെ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചില ആളുകൾ നമുക്കറിയാം, ഭക്തന്മാരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പോലും വിശദാംശങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസപരമായിട്ട് വ്യത്യാസം കണ്ടെത്തിയ ആളുകളുണ്ട്, വ്യത്യാസം ഉള്ള രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കാതലായ വിഷയങ്ങളിലല്ല, ചില വിശദാംശങ്ങളിലൊക്കെ അതൊക്കെ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതിയാകും. പക്ഷെ ഒരു ക്രിസ്തീയ സ്നേഹത്തിൽ വേണം അടിസ്ഥാന ഉപദേശ വിഷയങ്ങളിലൊക്കെ ശരിയായ വ്യാഖ്യാനം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, ബൈബിളിന്റെ ദൈവവിശ്വാസിയെ സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ല, ദൈവത്തിന്റെ ത്രിയേകത്വം സംബന്ധിച്ചില്ല, വിശ്വാസത്താരുടെ രക്ഷ സംബന്ധിച്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് വിട്ടുവീഴ്ചയില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അതിര് കടന്നു പോകുന്ന ഒരുത്തലിനും ദൈവമില്ല എന്ന് പറഞ്ഞ അപ്പോസ്തലന്റെ വാക്കുകളൊക്കെ നമുക്കറിയാം. എന്നാൽ ചില വിശദാംശങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ആവശ്യത്തിന് തെളിവുകളും വാക്യങ്ങളും ഒന്നും ഇല്ലാത്ത കാര്യത്തിലൊക്കെ നമ്മൾ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അദ്ദേഹത്തെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വളരെ വിശദമായിട്ടുള്ളൊരു സന്ദേശമാണ്, ഒരു ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. പല ഉദാഹരണങ്ങളിലൂടെ പോയതുകൊണ്ട് ബോറടിക്കാതെ, അതുപോലെ അതേസമയം തന്നെ എന്ത് കാര്യമാണ് പറയുന്നത് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ സമയം, സന്ദേശത്തിന്റെ സമയം നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. പ്രത്യേകിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിൽ ഞാനടക്കം പലരും വരുത്താറുള്ള പല പിഴവുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇത് നമ്മുടെ ശരിയായ രീതിയിൽ കണ്ണു തുറക്കുന്നതിനും തുടർന്നുള്ള ജീവിതത്തിൽ ദൈവവചനം ശരിയായ രീതിയിൽ വായിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഓരോ പോയിന്റായിട്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ച് മനസ്സിൽ തട്ടി നിന്നൊരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം പഠിക്കുക അല്ലെങ്കിൽ വായിച്ച് വ്യാഖ്യാനിക്കുക, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ദൈവവചനത്തിലേക്ക് കൊടുക്കുകയല്ല, ദൈവവചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിലെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുകയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ ചിന്തിച്ചു. ദൈവവചനം ഓരോ വേദഭാഗവും ആരെഴുതിയതാണ്, ആർക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതിയതാണ്, അതിന്റെ മുൻപും പുറകിലും ഉള്ള വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യകത, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതൊക്കെ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.